ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യം ഗാർഡനും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെ നല്ലൊരു രസമുണ്ട് അല്ലേ. പച്ചക്കറി മാത്രമായാൽ പോരല്ലോ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ആ ചെടികളും പൂക്കളും ഒക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷം നമുക്കുണ്ടാകുള്ളൂ അല്ലേ. അപ്പോൾ അത് നമ്മുടെ മുറ്റത്ത് നല്ല ഹാങ്ങിങ് പ്ലാന്റൊക്കെ തൂക്കിയിടുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ അടുക്കെയാണ് നമ്മുടെ മുറ്റത്തൊക്കെ ചെടികളൊക്കെ നടാനായിട്ട് തുടങ്ങിയത്. പക്ഷേങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുറ്റത്ത് നിറയെ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടർട്ടിൽ വൈൻ ഉണ്ടല്ലോ, ഇതാണ് ടർട്ടിൽ വൈൻ എന്ന് പറയുന്നത്. ഇത് നല്ല രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. നല്ല ഭംഗിയായിട്ട് ഇത് നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. അതിപ്പോൾ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്നും അത് പിന്നെ അതിൻ്റെ പരിചരണത്തിൻ്റെ രീതിയൊക്കെ കുറിച്ച് നമുക്ക് കാണാം എങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് എവർഗ്രീൻ ടർട്ടിൽ വൈൻ നമുക്ക് നടുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണ് ഒരുക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ്ട് ഹാങ്ങിങ്ങിൻ്റെ ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ചട്ടി മണ്ണെടുത്തിട്ടുണ്ട്. ഒരു ചട്ടി മണ്ണെന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ വീഴുന്ന കല്ലൊക്കെ നമ്മൾ പറക്കി മാറ്റണം. അപ്പം ചെടി നടുമ്പോൾ ഇതേപോലെ കല്ലൊന്നും കിടക്കാൻ പാടില്ല. ഞങ്ങളുടെ ഇവിടുത്തെ ഇച്ചിരി കല്ല് മണ്ണാണ്, അതുകൊണ്ട് തന്നെ കല്ല് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ചെടിയൊക്കെ നടുമ്പോൾ നമ്മൾ ഈ കല്ലൊക്കെ കുറേയൊക്കെ അങ്ങ് മാറ്റണം. കാരണം ഒരു കുഞ്ഞ് ഹാങ്ങിങ് പോട്ടിനകത്താണല്ലോ നമ്മൾ നടുന്നത്. ചട്ടി മണ്ണെടുത്തപ്പോൾ ഇത്രയും കല്ല് നമുക്ക് കിട്ടി. അതങ്ങ് മാറ്റാം. അപ്പോൾ ഒരു ചട്ടി മണ്ണ് നമ്മളെടുത്തു. ഇപ്പോൾ 3/4 ചട്ടിയോളം നമ്മൾ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ ആട്ടിൻകാഷ്ടം എടുക്കാം, അതില്ലെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റ് എന്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അതും ഇതിനകത്തോട്ട് ഇട്ടു. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് അരഭാഗം, ഈ ചട്ടിയുടെ അരഭാഗത്തോളം ചകിരിപ്പൊടി ഇട്ട് കൊടുക്കാം, കൊക്കോപ്പീറ്റ്. പിന്നെ ഈ ഒരു അരക്കരണ്ടിയോളം സൂപ്പർ മീലും എടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ മീലൊന്നും ഒരുപാടൊന്നും വാരിയിടരുത്. നമ്മുടെ വീട്ടിലുള്ള വളം നമുക്ക് ഇച്ചിരി അധികമായാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ചാണകപ്പൊടിയോ ചിലപ്പം ചകിരിച്ചോറോ ഒക്കെ നമുക്ക് മുന്നിൽ നിന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ ജൈവ വളമാണെങ്കിലും രാസവളങ്ങൾ നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിലും അത് ഒരിക്കലും കൂടാനായിട്ട് പാടില്ല. കാരണം ചെടികൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകാനായിട്ട് സാധ്യത വരും. അപ്പം എപ്പോഴും വളരെ കുറച്ചേ അതൊക്കെ ഉപയോഗിക്കാവും. അപ്പോൾ അതും കൂടെ അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിപ്പം ഇത്ര എടുത്താലും നമുക്കൊരു 2 ചട്ടി നിറയ്ക്കാനായിട്ടുള്ള മണ്ണ് കാണും. എന്ന് വെച്ചാൽ ഈ ഹാങ്ങിങ് പോട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കണം. എല്ലായിടവും ചെല്ലണം ഈ വളങ്ങളെല്ലാം. കട്ട ചാണകമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊടിഞ്ഞ് അതിനകത്തങ്ങ് ചേരണം. അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ നിറയ്ക്കുമ്പോൾ ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കുമ്പോഴേ ഇച്ചിരി കല്ലൊക്കെ കിടന്നാലും കുഴപ്പമില്ല. ഈ കൊച്ചു ഹാങ്ങിങ് പോട്ടിനകത്തൊക്കെ ഒരുപാട് കല്ല് കിടന്നാലുണ്ടല്ലോ, അവർക്ക് വളരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഇളക്കുമ്പം കണ്ട എല്ലാം നല്ല വൃത്തിക്ക് ഈ ഇളക്കുന്ന പലർക്കും ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. എല്ലാം നല്ലതുപോലെ അങ്ങ് മിക്സായി പടിക്കൂടെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ചകിരിച്ചോറും നമുക്ക് സൂപ്പർ മീലും ഒക്കെ നമ്മൾ വിത്ത് വാങ്ങുന്ന കടയിൽ തന്നെ നമുക്കിതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ ചോദിച്ചാൽ മതി. ചിലപ്പോൾ ഈ സൂപ്പർ മീലൊക്കെ നമ്മൾ വളക്കടയിൽ ചെന്ന് ചോദിച്ചാൽ ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് വിത്ത് വാങ്ങിക്കുന്ന കടയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഹാങ്ങിങ് പോട്ട് എടുത്തിട്ട് അതിനകത്തോട്ട് നല്ല ഹോളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴേ എല്ലാം അങ്ങ് നിലത്ത് പോകും. വളമെല്ലാം ഒലിച്ചു പോകാതിരിക്കാനായിട്ട് അതിനകത്ത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ചകിരി എടുത്ത് ഇങ്ങനെ വയ്ക്കുക. അല്ലെങ്കിൽ ആ ഹോളിൻ്റെ അടുത്തൊക്കെ ഒരു കല്ലോ വല്ലോ എടുത്ത് വെച്ചിരുന്നാലും മതി. ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം. അതിനകത്തോട്ട് നമുക്ക് ഈ മണ്ണ് നിറച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത്രയും സാധനം എടുത്തൊരു 3 പോട്ടോളം നിറയ്ക്കാനായിട്ടുണ്ട് കേട്ടോ. ഇത്രയും മാത്രം എടുത്താൽ മതി. ഇത്രയും നമുക്ക് മണ്ണ് നിറയ്ക്കാം. ഒരര ഭാഗത്തോളം നമ്മൾ പോട്ടിൻ്റെ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടർട്ടിൽ വൈൻ കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ നല്ല ഒപ്പത്തിന് ഇങ്ങനെ വളർന്നു വരികയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നല്ലതുപോലെ വളർന്നു വരട്ടെ. ഇതിപ്പോൾ ഇതേപോലെ ഒരു ഹാങ്ങിങ് പോട്ടിനകത്ത് ഞാൻ നട്ടു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അധികം നാളൊന്നും ആയിട്ടില്ല ഇത് കേട്ടോ. നട്ടിട്ട്
അപ്പോൾ ഒരു 3 ആഴ്ച ആയി കാണത്തതേ ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ, സുബി ബാബുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് പപ്പയും മോളും കൂടെ ആയിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ എന്തിനാ ഈ പോച്ചയൊക്കെ കൊണ്ടുവന്നത്, എന്തോ പോലെ ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ ഇതിങ്ങനെ ഒപ്പത്തിനിങ്ങനെ വളർന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ മുറ്റത്ത് നേരത്തെ ഉണ്ടായിരുന്ന തൂണിനകത്ത് ഇങ്ങനെ ഒരു ഹാങ് ചെയ്യാനായിട്ട് കമ്പിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തൊരു ഹുക്കും ആദ്യമൊക്കെ വെച്ചിട്ട് അതിനകത്താണ് ഇപ്പം തൂക്കിയിടുന്നത്. ഇതിപ്പോ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ കൂടി താഴോട്ട് ഒഴുകി പോകുന്ന മാതിരിയാണ് ഈ സംഭവം നിൽക്കുന്നത്. മുടി കിടക്കുന്ന മാതിരി അതുകൊണ്ട് കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഒരു സ്വല്പം കൊണ്ട് വെച്ചാൽ മതി, അത് ഇഷ്ടം പോലെ ആയിക്കോളും. ഇവിടെ ആണെങ്കിൽ ഒരു ഇത്രയും കൊണ്ടുവന്നതേ ഉള്ളായിരുന്നു. അതിപ്പോൾ എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ ആയി വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേര് കണ്ടില്ലേ, ഏത് ഭാഗത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്താലും ഇതങ്ങ് കിളിച്ചു വന്നോളും. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് ഞാൻ വെട്ടുന്നില്ല, വേറെ എടുക്കാം. അപ്പം നമ്മൾ ഏത് ചെടി കിട്ടിയാലും ഉണ്ടല്ലോ അതിൻ്റെ ഓരോ കൊമ്പുകൾ പലയിടത്തായിട്ട് നമ്മൾ കുഴിച്ചിടണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഒന്ന് പോയാലും നമുക്ക് മറ്റൊന്ന് നമുക്ക് പ്രയോജനപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് പലയിടത്ത് കുഴിച്ചിടണമെന്ന് പറയുന്നത്. ഇപ്പം പല ചട്ടിയിലായിട്ടും ഹാങ്ങിങ് പോട്ടിനകത്തോട്ടൊക്കെ നമ്മളിത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെ നോക്കിയാലും ഇത് എവിടെ നിന്നെങ്കിലും ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അത് ഇനിയും പെട്ടെന്ന് ഇനി വളർന്നു വന്നോളൂ. ഇത്രയും മാത്രം പോലെ നമുക്ക് കുറച്ചുകൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തണലത്ത് ഒരുപാട് വെയിലുള്ളിടത്ത് നമ്മൾ വെക്കാൻ പാടില്ല കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി ഷെയ്ഡിൻ്റെ കീഴിലോട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പരുവത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചട്ടിക്കകത്തോട്ട് നടാം. ഓരോ സൈഡിലോട്ടും കുറേശ്ശെ ഇങ്ങോട്ട് നട്ടു കൊടുക്കാം. ഇത് നമ്മൾ ഒരേ ലെവലിൽ കട്ട് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ഞാൻ വളർന്നു വന്നോളും. കണ്ടില്ലേ, ഞാൻ മണ്ണ് നമുക്ക് കുറച്ച് മണ്ണും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നാല് സൈഡിൽ നിന്ന് ഒരേപോലെ നട്ട് കഴിഞ്ഞാൽ ചട്ടിയിൽ നിന്ന് ഒരേപോലെ 4 സൈഡിൽ നിന്ന് വന്നോളും. പിന്നെ നമുക്കിത് ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഹാങ്ങിങ് ആണിത്. അപ്പം ഇതിന് നല്ല വിലയാവും കേട്ടോ, 15 രൂപയൊക്കെ ആവും. ഇപ്പം നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്താൽ മതി. ഇപ്പം മെറിൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മെറിൻ അത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. മെറിൻ്റെ ചാനലിൽ മെറിൻ അത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും കൊണ്ടൊഴിക്കരുത്, അതുപോലെ വെള്ളം ഒഴിക്കാതെ ഇരിക്കരുത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെയെന്ന് വെച്ചാൽ വെയിലത്തിടാതിരിക്കുക. ഒരു ഷെയ്ഡിൻ്റെ കീഴിലോട്ട് നമ്മളിട്ടാൽ ഇത് നല്ലതുപോലെ പടർന്ന് പെട്ടെന്ന് അങ്ങ് വലുതാവും. ഇപ്പോൾ നമ്മളിത് വെയിലത്തിട്ടാൽ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ നിറമൊക്കെ അങ്ങ് മാറാം, പച്ചപ്പ് ഇല്ലാതെ ഒരു നരച്ച കളറായിരിക്കും ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലൊക്കെ ഹാങ് ചെയ്തിടാമെങ്കിൽ നമ്മുടെ മുറ്റത്ത് നല്ല ഭംഗിയായിരിക്കും. സിറ്റ് ഔട്ടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇടാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഭംഗിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾ അയച്ചതായ ഓണം ചാലഞ്ച് കൃഷി രീതികളൊക്കെ കാണാം. ഹലോ മിനി ചേച്ചി, ഞാൻ മിനി ചേച്ചീൻ്റെ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ മിനി ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് ടിപ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാനും അതേമാതിരിക്ക് ചേച്ചിയുടെ അതേമാതിരിക്ക് കുറച്ച് പച്ചക്കറി ഇവിടെ നടത്തിയിട്ടുണ്ട്. അതൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ പയറുകൾ, നല്ലപോലത്തെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വിത്ത് ഒഴിച്ചിട്ട വെണ്ടക്കയുടെ വിത്തുണ്ട്. ഇത് പിന്നെ പച്ചയും റെഡും കൂടിയും കലർന്ന കളർ ചീരയാണ്. ഇത് സലാഡ് കുക്കുംബറാണ്. ഇത് പിന്നെ ചുവന്ന ചീരയാണ്. ഇത് പിന്നെ 10 മണിയാണ്, ഇന്നലെ കുഴിച്ചിട്ടുള്ളൂ. ഇത് പിന്നെ ഒപ്പം അങ്ങനെ ഉണ്ടാകുന്ന റോസാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫുള്ളായിട്ടുള്ള പൂക്കൾ. ഇത് പിന്നെ മഞ്ഞ റോസ് പൂവാണ്. ഇതുമ്പോൾ മുട്ടൊക്കെ വന്നിട്ടുണ്ട്, വേറെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇത് പിന്നെ കുറച്ച് വെണ്ടക്ക കൃഷിയാണ്. പിന്നെ ഞങ്ങളുടെ താഴത്തും കുറച്ച് വെണ്ടക്ക കൃഷിയുണ്ട്. പിന്നെ ഇത് എൻ്റെ കുറച്ച് മുളകുകളാണ്.
ഇത് പിന്നെ നീളം പയറാണ്, അത്യാവശ്യം നീളമുള്ള പയറാണ്. 4 ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ മുളകാണ്, പൂവിട്ടിട്ടുണ്ട്, കായിടാൻ തുടങ്ങി. ഇത് പിന്നെ എൻ്റെ വെണ്ടയ്ക്കാണ്, ധാരാളം വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ നീളം പയർ, അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ചീര പാകിയിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വെണ്ടയ്ക്കാണ്. ഇത് പിന്നെ ഞാൻ സീഡിങ് ട്രേയിൽ കുറച്ച് വെണ്ടയ്ക്കയുടെ തൈ പാകിയിരുന്നു, അതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ദർവീഷ്. ഇനി ഞങ്ങളുടെ ഒരു ചെറിയൊരു കൃഷിത്തോട്ടം കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ഞങ്ങൾ 3 പേരുണ്ട്. ഇതാണ് ഞങ്ങളുടെ വഴുതനങ്ങ. ഞങ്ങളുടെ കയ്യിൽ വയലറ്റും ഗ്രീനാണുള്ളത്. ഞങ്ങളുടെ ഒരു മുളകാണ്. നിശ്ചയിച്ച് പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം വളമൊക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് തന്നെ കുറേ കായ ഇടുന്നുണ്ട്. ഇത് കുറച്ച് ചെറിയ മുളകും തൈകളാണ്. ഇത് സലാഡ് കുക്കുംബറാണ്, മുളച്ച് വരുന്നേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ വെണ്ടയ്ക്കയാണ്, കായ കെടാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം അല്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് സൺഫ്ലവറാണ്, ഞങ്ങൾ വെറുതെ ഒന്ന് കുഴിച്ചിട്ട് നോക്കിയതാണ്. ഇത് തക്കാളിയാണ്, ഇത് ചെറുതാണ്, കുറച്ച് ദിവസം മുമ്പ് മാറ്റി കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ. ഇത് ഇഞ്ചിയാണ്, ഏകദേശം 6 മാസം ആയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വെള്ളരിയാണ്, ഇവിടെ കോളിഫ്ലവറും ഉണ്ട്. ഇത് ചീരയാണ്, ഇത് പയറാണ്, കുറച്ച് മുമ്പ് മാറ്റി കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ അടിയിലുള്ള വെണ്ടക്കയാണ്, കുറേയൊക്കെ ഉണ്ടാകും. ഇതൊക്കെ വെണ്ടക്ക തന്നെയാണ്. ഇതിന് മുളച്ച് വന്ന വെണ്ടക്കയാണ്, ഇവിടെയൊക്കെ ഉണ്ട്. ഇത് കറ്റാർവാഴയാണ്. ചേച്ചി, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ആശിഷ്. അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചടുക്കളത്തോട്ടം ഒന്ന് കാണിക്കുകയാണ്. ഇത് വഴുതനങ്ങ, ഇത് കിളിപ്പിച്ച മുളകും തൈയാണ്, ഇത് തക്കാളി ചെടി, ബാക്കി എല്ലാം മുളകാണ്. ഇത് കിളിപ്പിച്ചെടുത്തതാണ്, ഇതും പറിച്ചു മാറ്റിയൊക്കെ നടണം, കുറച്ചും കൂടെ കഴിയണം. അപ്പോൾ ഇത് കുമ്പളങ്ങേൻ്റെ പന്തലാണ്, കുറച്ച് കുമ്പളങ്ങയൊക്കെ വന്നിട്ടുമുണ്ട്. ഇത് പണ്ട് മുതലേ ഉള്ളൊരു നാരകച്ചെടിയുമാണ്. അപ്പച്ചൻ കുറേ ചേമ്പും ചേനയും ബാക്കി കിഴങ്ങുകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കറിവേപ്പിലയാണ്, നല്ല പോലെ തന്നെ വലുതായിട്ടുമുണ്ട്. ഇത് ഒരു വലിയൊരു പുളിമരമാണ്, കുറേ പുളി ഞങ്ങൾക്ക് എല്ലാ വർഷവും കിട്ടുന്നുമുണ്ട്. ഇത് പാവയ്ക്ക, ബാക്കി ഇവിടെ വാഴയൊക്കെ നട്ടിട്ടുണ്ട്. ഇത് അപ്പച്ചൻ നട്ട കപ്പയാണ്, ഒക്കെ വലുതായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ഒരു മത്തങ്ങ കിട്ടിയെന്ന് എടുത്തതാണ്, ഇപ്പോൾ കുരുവൊക്കെ വെച്ച് കിളിപ്പിച്ചു, ഒരു മത്തങ്ങയൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. പിന്നെ ഇത് കുറച്ച് മുളക് ചെടി, ചേച്ചി പറഞ്ഞ പോലെ ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് എന്നൊന്ന് പറിക്കേണ്ടിയും വരും. പറിച്ച് വെക്കാറില്ല, ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ചെന്നങ്ങ് പറിക്കുക ചെയ്യുന്നത്. കുറച്ച് മഞ്ഞളും ഉണ്ട്, ബാക്കിയൊക്കെ മേലെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ച് അടുക്കളത്തോട്ടം. ഹായ് മിനി, ഇതെൻ്റെ അലോവേര, വീണ്ടും ഒരു അലോവേര, പിന്നെ അലോവേരയുടെ കുഞ്ഞു കുഞ്ഞു തൈകൾ വരുന്നുണ്ട്. അതിൽ തന്നെ ടൊമാറ്റോ നട്ടിട്ടുണ്ട്. എന്താ ടൊമാറ്റോ വലിയ ചെടിയായി, പൂവൊക്കെ ഇട്ട് തുടങ്ങി. ഇത് എൻ്റെ ചീര നന്നായി വലുതായി, പൂവൊക്കെ ഇട്ട് തുടങ്ങി. എന്താ നിറയുണ്ട് ചീര, പൂവൊക്കെ ഇട്ട് തുടങ്ങി. ഒരു ചട്ടിയിൽ തന്നെ പലതരം ചെടികൾ വെച്ചിട്ടുണ്ട്, സ്ഥലമില്ല, അത് കാരണം. ഇതേ വേറെ ഒരു ചട്ടിയിൽ കണ്ടോ പുതിനയുണ്ട്, പനിക്കൂർക്കയുണ്ട്. ഇവിടെ ഭയങ്കര കാറ്റ്, ചീരയൊക്കെ നിറച്ച് നിൽപ്പുണ്ട്.
എല്ലാം പൂവിട്ട് നിൽക്കുക. അല്ല, ഒത്തിരി വലുതായി. പറിക്കണമെന്ന് വിചാരിക്കും, പിന്നെ വിഷമം വരും, പിന്നെ വീണ്ടും പോവും. പിന്നെ എന്തായാലും നാളെ മുറിക്കാമെന്ന് വിചാരിക്കുന്നു. അതെ, സ്ഥലപരിമിതി കാരണം ഒരു ചട്ടിയിൽ തന്നെ പലതരം ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണ്. ഇത് ക്യാപ്സിക്കം, ചീരയുടെ കൂടെ ക്യാപ്സിക്കം നിൽപ്പുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ. അത്ര സ്ഥലമേ ഉള്ളൂ. എനിക്ക് നിറയെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സ്ഥലമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾ അയച്ചതായ ഈ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷം തരുന്നുണ്ട്. അപ്പം ഇനിയും മുന്നോട്ടും നിങ്ങൾ ഇതേപോലെ തന്നെ കൃഷിയൊക്കെ ചെയ്യുക. അപ്പോൾ ഒരിക്കലും അത് നിർത്താതെ മുന്നോട്ട് തന്നെ പോവുക. അതിൽ നിന്ന് കിട്ടുന്നതായ ഉന്മേഷം, സന്തോഷം എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിനും നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്നതായ ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. നന്ദി, നമസ്കാരം.